സോഷ്യൽ മീഡിയയിലെ വീഡിയോ ഇടിച്ചത് ഞാനാ. നീയോ? നിനക്ക് എന്റെ അനിയനെ ഉപദ്രവിച്ചിട്ട് ഇനിയും മതിയായില്ലടാ. ഭൂമിയോളം അവൻ ക്ഷമിക്കുമ്പോ അതവന്റെ കഴിവുകേടാണെന്ന് വിചാരിക്കരുത് നീ. ഇതും പറഞ്ഞ് ഇവനെ വെല്ലുവിളിക്കാനാണോ നീ ഇപ്പൊ കയറി വന്നത്? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ അനിയനെ ഭീഷണിപ്പെടുത്തി സ്വത്തും പണവും ഒക്കെ എഴുതി വാങ്ങാനാണോ? അതോ നിനക്ക് വേണ്ടത് പദവിയാണോ? രാജു, മതിയാക്കിക്കോ നീ. എന്റെ അനിയന് വേണ്ടി ചിലപ്പോ ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും ഈ അംബിക മടിക്കില്ല. വർമ്മ സാറിനെതിരെ വർമ്മ സാറിന് ദോഷം വരുന്ന എന്തെങ്കിലും മനഃപൂർവ്വം ഞാൻ ചെയ്യുന്ന അംബിക മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അംബിക മാഡത്തിന് എന്നെ കൊല്ലാം. വർമ്മ സാറിന് വേണ്ടി ഒരാളെ കൊല്ലാൻ അംബിക മാഡത്തിന് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ പോലും ഈ രാജു തയ്യാറാണെന്ന് അംബിക മാഡം മനസ്സിലാക്കിക്കോ. നിന്റെ വാക്സാമർത്ഥ്യത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാൻ രാജു. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കണമെന്ന നിന്റെ ആഗ്രഹം ചിലപ്പോ ഇന്ന് തന്നെ സഫലമായി നിൽക്കും. അതിനു മുമ്പ് വന്ന കാര്യം ഞാൻ ഒന്ന് പറയാണ് വർമ്മ സാറേ. ഋതിക മാഡത്തെ വർമ്മ സാറിന്റെ PA ആയ ഞാൻ വിവാഹം കഴിച്ചതാണ്. കുറച്ചിലായിട്ടും ദുരഭിമാനമായിട്ടും വർമ്മ സാറ് കാണുന്നുവെന്ന പ്രചാരണമാണ് വർമ്മ സാറിനെതിരെ ഒരുപാട് മോശമായ വിമർശനങ്ങൾ ഉയരാനുള്ള കാരണമായിരിക്കുന്നത്. അത് മാറണമെങ്കിൽ വർമ്മ സാറിന് ഋതിക മാഡത്തിനോട് വിദ്വേഷം ഇല്ലെന്ന് സമൂഹത്തെ ധരിപ്പിക്കണം. ഞാൻ ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തത് വർമ്മ സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് യാതൊരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ്. വരുന്ന ഇലക്ഷനിൽ ജയിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ആളാണ് വർമ്മ സാർ. വർമ്മ സാറിന്റെ സേവനം സാധാരണക്കാരായ ഞങ്ങൾ ജനങ്ങൾക്ക് വേണം. നാളെ വർമ്മ സാറ് എന്റെ വീട്ടിലേക്ക് വരണം. ഉച്ചയൂണ് കഴിക്കണം. അരുൺ നാരായണന്റെ വ്ലോഗ് പ്രമുഖ ന്യൂസ് ചാനൽസ് എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. വർമ്മ സാറിന് വേണ്ടി ഞാനും ഋതിക മാഡവും എന്റെ കുടുംബവും മീഡിയാസും കാത്തു നിൽക്കും.